ഒസ്ലർ കണ്ട സമയത്ത് ഞാൻ ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ ലാസ്റ്റ് മന്ത് അന്വേഷിപ്പും കണ്ടെത്തും വന്നപ്പോൾ ഈ ടോപ്പിക്കിൽ കുറച്ചും കൂടി അപ്ഡേഷൻ വന്നു. അപ്പോൾ ത്രില്ലർ കാറ്റഗറീനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 5-ാം പാതിര വന്ന ടൈം ശരിക്കും ഒരു കറക്റ്റ് മൊമെൻ്റ് ആയിരുന്നു. കാരണം രാക്ഷസം കണ്ട് ഇങ്ങനത്തെ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്ന നേരത്താണ് ഈ സിനിമ ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത് കാണുമ്പോൾ പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെയാണ് ഇത് അധർമ്മി എന്ന സിനിമ നോക്കിയിട്ട് ചെയ്തൊരു ത്രില്ലറാണ് എന്നൊരു റിയലൈസേഷൻ എനിക്ക് വരുന്നത്. അവിടെ ഞാൻ 5-ാം പാതിരയ്ക്ക് കൊടുത്ത ആ ഒരു ഫേവറേറ്റിസം ഞാൻ നിർത്തി. ഒസ്ലറിന് ഒരു ത്രില്ലറിന് വേണ്ട എല്ലാ റൂട്ടീൻ സംഭവങ്ങളും ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസുള്ളൊരു നായകൻ, സീരിയൽ കില്ലിങ്സ്, പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക്, ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ടെംപ്ലേറ്റ് ഓർ ക്ലേസ്ഡ് പാറ്റേണിലാണ്. എനിക്കതാണ് ഒസ്ലർ അത്രയും പരിതാപകരമായിട്ട് തോന്നിയത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ പപ്പേട്ടൻ്റെ എഴുത്തിൽ വന്നിട്ടുള്ള ഈ തണുത്ത വെളുപ്പാങ്കാലത്തെടുത്ത് മോഡേണൈസ് ചെയ്തൊരു സിനിമ മാത്രമായിട്ടാണ് എനിക്ക് ഒസ്ലർ തോന്നിയത്. അപ്പോൾ റൂട്ടീൻ സംഭവങ്ങൾ വരുന്നതാണ് ത്രില്ലറിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ഞാൻ അടുത്ത പോയിന്റിൽ പറയാം. റൂട്ടീൻ എലമെൻസിൽ ഒരു ത്രില്ലർ വരുന്നതല്ല പ്രശ്നം എന്ന് പറയാനുള്ള മെയിൻ റീസൺ അന്വേഷിപ്പും കണ്ടെത്തും എന്ന സിനിമയാണ്. കാരണം അതിൽ സംഭവിക്കുന്ന ഇവൻറ്റ്സൊക്കെ ഫെമിലിയർ ടച്ച് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും പ്രസൻറ്റേഷൻ വഴി നന്നായിട്ട് ആ സിനിമ ക്വാളിറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഫോഴ്സ്ഡ് ഫീലില്ല, ക്ലീഷ്ഡാക്കി നിർത്തുന്നില്ല. അതിബുദ്ധിമാനായ നായകനുമല്ല, എന്നാൽ അയാൾക്ക് ഹെൽത്ത് ഇഷ്യൂസും വേണ്ട. ഉള്ളത് വെച്ച് നീറ്റായി കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ഈ സിനിമയുടെ മോട്ടീവ്. എൻഡ് ഓഫ് ദ ഡേ സിനിമ കണ്ടിട്ട് ക്ലീശ എന്ന് വിളിക്കാനുള്ള ഫീൽ ഈ സിനിമ നൽകുന്നില്ല. ഓൺ എ ഡിഫറെൻറ്റ് നോട്ട്, ഞാൻ ലാസ്റ്റ് കണ്ട ത്രില്ലേഴ്സിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമയാണ് പോർട്ടൽ. സീരിയൽ കില്ലിംഗ് ബേസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഇതെങ്കിലും ഒരു കില്ലറിൻ്റെ ക്യാരക്ടർ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ ഒരു യുണീക്നെസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു യുണീക്നെസ് തന്നെയാണ് പോർട്ടലിനെ കൂടുതലും ഇംപ്രസീവായിട്ട് നിർത്തുന്നത്. കില്ലിങ്സിൻ്റെ റീസൺ കണ്ടെത്താൻ പോകുമ്പോൾ പോലും ഒരു പേഴ്സ്പെക്റ്റീവ് മാറ്റിപ്പിടിച്ചിട്ടുള്ള കഥാപറച്ചിൽ വരുമ്പോൾ ഈ സിനിമ എനിക്ക് വർക്കായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ത്രില്ലർ ജോണ്ടാക്കി സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് നല്ല ടഫാണ്. കാരണം നമ്മുടെ ഒരു ഫിലിം കൾച്ചർ ബേസ്ഡ് ത്രില്ലേഴ്സിന് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫോർമാറ്റ് തന്നെ ഭയങ്കര ഹൈ ആണ്. ദൃശ്യം, മെമ്മറീസ് പോലെയുള്ള സിനിമകളാണ് ഇത്തരത്തിലുള്ളൊരു ഹൈ പോയിൻ്റ് കൊണ്ടുവരുന്ന സിനിമകളായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ ത്രില്ലേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ ത്രില്ലറൊക്കെ വരുന്ന സമയത്ത് മിക്കപ്പോഴും പല ഓഡിയൻസും ഭയങ്കരമായിട്ട് ഇത്തരം സിനിമകളിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. അപ്പോൾ ഒരു ആവറേജ് ത്രില്ലർ വന്നാൽ പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുമല്ലെങ്കിൽ കുറച്ചധികം കൊമേഴ്ഷ്യലൈസേഷൻ അധികം വരുന്ന ത്രില്ലേഴ്സിനെ ഇവിടെ ലൈഫ്. ത്രില്ലേഴ്സിൻ്റെ മെയിൻ സംഭവം തന്നെ ട്വിസ്റ്റുകളും പ്ലോട്ട് ഡെവലപ്മെൻറ്റും എത്രത്തോളം ഇമ്പാക്റ്റ് തരുന്നതിലാണ് കൊണ്ടുപോകുന്നത് എന്നതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിരുന്നാലും പിന്നെയും എക്സെപ്ഷൻസ് വരാറുണ്ട്. ഇപ്പോൾ റൊഷാക്കൊക്കെ ഹിറ്റാണെങ്കിലും പിന്നീട് അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒരു ത്രില്ലറായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇലവിഴ പൂഞ്ചിറ, അതും അധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാത്തൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇവിടുത്തെ ഇപ്പോഴത്തെ ത്രില്ലർ കൾച്ചറിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതെന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.